രാഷ്ട്രീയത്തിൽ ശത്രുത ആശയപരമാണ്. ഒരിക്കലും അത് വ്യക്തിപരമാകില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി ഒരുക്കിയ ഓണവിരുന്നിലെ കാഴ്ച. സോഷ്യൽ മീഡിയയെ ഏറ്റവും അധികം ആകർഷിച്ച ഓണച്ചിത്രവും ഇതായിരിക്കും. അടുത്തടുത്തിരുന്ന് ഓണസദ്യ ഉണ്ട് ചിരി പങ്കിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സൗഹൃദ ചിത്രങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലായിരുന്നു വിരുന്ന്. ഇതിന്റെ ചിത്രങ്ങൾ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇതേ ചിത്രങ്ങൾ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പ്രത്യക്ഷപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ഓണവിരുന്നായിരുന്നു ഇത്. രാഷ്ട്രീയത്തിനപ്പുറം ഗാഢമായ വ്യക്തിബന്ധങ്ങൾ പുലർത്തുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ളവർക്കായി മുഖ്യമന്ത്രി ഒരുക്കിയ ഓണവിരുന്നിൽ പങ്കെടുക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പമാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. വിരുന്നിൽ അടുത്തടുത്തിരുന്ന് ചിരിച്ചും കുശലം പറഞ്ഞും ഇരുവരും സദ്യയുണ്ടു. ഭക്ഷണശേഷം ഇരുവരും ചിരിയോടെ കുശലം പറയുന്ന ചിത്രങ്ങൾ ഏവരെയും വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പരസ്പരം ചിരിയോടെ കുശലം പങ്കിടുന്ന മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ചിത്രങ്ങൾ ധാരാളമായി ഷെയർ ചെയ്യപ്പെട്ടു. മിക്കവരും രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഇരുവരുടെയും സൗഹൃദത്തെ വാഴ്ത്തിയപ്പോൾ ട്രോൾ പോസ്റ്റ് ഇടുന്നവരും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ വിഷയങ്ങളിൽ പൊതുമണ്ഡലത്തിൽ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്ന നേതാക്കൾ രാഷ്ട്രീയത്തിനപ്പുറമുള്ള സുഹൃത്തുക്കളായിരിക്കും. അതിന്റെ ഉദാഹരണമാണ് ഈ ചിത്രങ്ങൾ. സമീപകാലത്ത് വാക്കുകൾ കൊണ്ട് പരസ്പരം പോരടിച്ച രണ്ടുപേരാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യപ്പ സംഗമം തുടങ്ങിയ വിഷയങ്ങളിൽ വാക്കുകൾ കൊണ്ട് ഇരുവരും വലിയ രീതിയിൽ പോരടിച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങളെല്ലാം ഇന്നും പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. ഇന്നലെ പോലും അയ്യപ്പ സംഗമ വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിച്ചയാളാണ് VD സതീശൻ. ഈ വിമർശന വാർത്താ സമ്മേളനത്തിന് പിന്നാലെയായിരുന്നു ഓണവിരുന്നിന് എത്തിയതും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളിലും അദ്ദേഹത്തിനെതിരായി പുറത്തുവന്ന പെൺകുട്ടിയുടെ ശബ്ദരേഖയിലുമാണ് അടുത്തിടെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച് രംഗത്തു വന്നത്. രാഹുലിനെ പോലൊരാളെ ന്യായീകരിക്കുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണ് ഉണ്ടാക്കുക എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രകോപിതനായി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ടോ? കോൺഗ്രസിലെ സീനിയേഴ്സ് അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധിതമായത്? പാർട്ടിയിലെ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ ഉണ്ടാവേണ്ടിയിരുന്നത്? ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞാണ് VD സതീശൻ തിരിച്ചടിച്ചത്. തനിക്ക് നേരെ ഒരു വിരൽ നീട്ടുമ്പോൾ 4 മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് എന്നും സതീശൻ പറഞ്ഞിരുന്നു. ലൈംഗികാപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരാണ്. ഒപ്പം കൈവക്കുന്ന MLA റേപ്പ് കേസിൽ പ്രതിയാണ്. ലൈംഗികാപവാദ കേസിൽപ്പെട്ടവരെ ഇതുപോലെ സംരക്ഷിച്ച ഒരാൾ രാജ്യത്തുണ്ടാവില്ല എന്നും സതീശൻ മറുപടിയായി പറഞ്ഞു. ആരോപണ വിധേയരായ പലരും CPM-ലെ താക്കോൽ സ്ഥാനങ്ങളിലാണ്. ഇവർക്കൊക്കെതിരെ എന്ത് നടപടിയെടുത്തു? എല്ലാവരും ബഹുമാനിക്കുന്ന മുതിർന്ന CPM നേതാവ് നൽകിയ പരാതിയിൽ ആരോപണ വിധേയനായ വ്യക്തി മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കുന്നു. എന്നാൽ പരാതി നൽകിയ ആളെ ഒതുക്കിയെന്നും സതീശൻ ആരോപിച്ചു. പിന്നീട് അയ്യപ്പ സംഗമം വിഷയം വന്നപ്പോൾ ഭൂരിപക്ഷ വർഗീയത വളർത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു. സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. സംഘാടക സമിതിയിൽ തന്റെ പേരും വെച്ചിട്ടുണ്ട് എന്നും എന്നാൽ അത് അനുവാദമില്ലാതെയാണ് എന്നും പരിപാടിയുമായി സഹകരിക്കില്ല എന്നും സതീശൻ പറഞ്ഞിരുന്നു. ഇത്തരം വിഷയങ്ങളിൽ പരസ്പരം വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയവരാണ് ഇപ്പോൾ ഓണവിരുന്നിൽ ഒന്നിച്ചിരുന്ന് സദ്യ ആസ്വദിച്ചത്. വാക്ശരങ്ങൾക്കിടയിലും തങ്ങളുടെ പോര് ആശയപരം മാത്രമാണ് എന്നും വ്യക്തിപരമായി തങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് എന്നും ഇരുവരും വിളിച്ചു പറയുന്നതാണ് ഈ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾ കേരള രാഷ്ട്രീയത്തിന് ഒരു മാതൃകയാകട്ടെ എന്ന് ഓണനാളിൽ ആശംസിക്കാം. അതേസമയം സെപ്റ്റംബർ 9 വരെ തലസ്ഥാനത്ത് ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ട്. സംഗീത, നൃത്ത, വാദ്യാഘോഷങ്ങളുടെ വിപുലമായ പരിപാടികളാണ് തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പരമ്പരാഗതവും തനിമ തുടിക്കുന്നതുമായ കലാരൂപങ്ങളും ആധുനിക കലകളും സംഗീത ദൃശ്യവിരുന്നുകളും ആയോധന കലാപ്രകടനങ്ങളുമെല്ലാം വിവിധ വേദികളിൽ അരങ്ങേറും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ 10,000-ഓളം കലാകാരന്മാരാണ് ഓണാഘോഷ പരിപാടികളിൽ അണിനിരക്കുന്നത്. 33 വേദികളിലാണ് തിരുവനന്തപുരത്ത് കലാപരിപാടികൾ.